വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹാപ്പി ടൈംസിൻ്റെ പുതിയ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സ്യം കഴിക്കാൻ മടിയുള്ളവരാണോ നിങ്ങൾ? അറിയാം മീനെണ്ണയുടെ ഗുണങ്ങൾ. മീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പലരും നമുക്കിടയിലുണ്ട്. എന്നാൽ മീൻ കഴിക്കുന്നതിൽ നിന്ന് ശരീരത്തിന് ചില ആവശ്യ പോഷകങ്ങൾ ലഭിക്കും. എന്നാൽ മത്സ്യം കഴിക്കാത്തവർക്ക് ഇതിനു പകരം മീനെണ്ണ കഴിക്കാവുന്നതാണ്. ഫാറ്റി ഫിഷുകളായ സാൽമൺ, ചൂര, മത്തി തുടങ്ങിയ മത്സ്യത്തിൽ നിന്നുമാണ് ഈ കോഡ് ലിവർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെയും മറ്റു പോഷകങ്ങളുടെയും നല്ല സ്രോതസ്സായ മീനെണ്ണ ഒരു സപ്ലിമെൻ്റായി കഴിക്കുമ്പോൾ മീൻ കഴിക്കുന്ന അതേ ആരോഗ്യ ഗുണങ്ങൾ തന്നെ ശരീരത്തിന് കിട്ടും. മീനെണ്ണ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ അറിഞ്ഞിരിക്കുക. മീനെണ്ണ ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ ഉറവിടമാണ്. രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഇത് ഗുണം ചെയ്യും. ഒമേഗ 3 ഫാറ്റി ആസിഡുകളും മറ്റു പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ മീനെണ്ണ ഓർമ്മശക്തി കൂട്ടാനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. മീനെണ്ണ കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും തിമിര സാധ്യതയെ കുറയ്ക്കാനും സഹായിക്കും. പ്രായമാകുമ്പോൾ പലരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് അസ്ഥികളുടെ ബലക്ഷയം. മീനെണ്ണയിലെ വൈറ്റമിൻ ഡി എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു, കൂടാതെ പരിക്കുകളെ തടയുകയും ചെയ്യും. മീനെണ്ണയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡും വിറ്റാമിൻ ഡിയുമാണ് ഇതിന് സഹായിക്കുന്നത്. വിറ്റാമിൻ എ പോഷകങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് മീനെണ്ണ. അതിനാൽ ഇവ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും. ഒമേഗ 3 ഫാറ്റി ആസിഡും മറ്റ് വിറ്റാമിനുകളും അടങ്ങിയ മീനെണ്ണ ഗുളിക കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. യഥാർത്ഥത്തിൽ പല അസുഖങ്ങളെയും അകറ്റി നിർത്താൻ കഴിവുള്ള ഒന്നുകൂടിയാണ് മീനെണ്ണ. കോഡ് ലിവർ ഓയിൽ എന്നറിയപ്പെടുന്ന മീനെണ്ണ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും മഞ്ഞ നിറത്തിലുള്ള ക്യാപ്സ്യൂൾ രൂപത്തിൽ ലഭ്യമാകുന്ന ഒന്നാണ്. നിങ്ങൾ മീനെണ്ണ കഴിക്കുമ്പോൾ ഇതിലെ ഗുണങ്ങൾ: ഇത് നിങ്ങളുടെ കണ്ണുകളുടെ ഉപരിതലത്തിൽ ഒരു സംരക്ഷണ വലയം സൃഷ്ടിക്കുന്നു. ബാക്ടീരിയകളെ അകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന ഇവ കണ്ണിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇതുകൂടാതെ ഇതിലെ വൈറ്റമിൻ എ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ സാന്നിധ്യം കണ്ണിലെ വീക്കവും മർദ്ദവും കുറയ്ക്കുകയും നാഡികൾക്ക് ക്ഷതം സംഭവിക്കാതെ കാത്തുരക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ എപ്പോഴും ആരോഗ്യകരമായി നിലനിർത്തുന്നു. മുഖക്കുരുവിനെ നേരിടാനും ചികിത്സിക്കാനും മീനെണ്ണ സഹായിക്കുമെന്ന കാര്യം അറിയാമോ? ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഇവ ചർമ്മത്തിലെ വീക്കം കുറയ്ക്കുകയും മുഖക്കുരു ലക്ഷണങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അടിക്കടി മുഖക്കുരു ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിനെ നേരിടാൻ മീനെണ്ണ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. മുഖക്കുരു വരുത്തി വയ്ക്കുന്ന മറ്റ് അസ്വസ്ഥതകളെ ഒഴിവാക്കാനും ഏറ്റവും നല്ലതാണ് ഇത്. സാധാരണയായി മുഖക്കുരു പോയി കഴിഞ്ഞാലും ഇത് നിങ്ങളുടെ മുഖത്ത് പാടുകളും നിറവ്യത്യാസവും ഉണ്ടാക്കും. ഇവ സുഖപ്പെടുത്തുന്നതിന് വളരെയധികം സമയമെടുക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ ഇത് ഒഴിവാക്കാൻ സാധിക്കാത്ത വിധം സ്ഥിരമായി തീരുകയും ചെയ്തേക്കാം. ഈ പ്രശ്നം നേരിടുന്നതിന് കൂടിയുള്ള ഒരു മികച്ച മാർഗമാണ് മീനെണ്ണ. ഇത് മുഖക്കുരുവിൻ്റെ പാടുകളെ വളരെ വേഗത്തിൽ ഇല്ലാതാക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടി വളരാനും ഇത് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ചർമ്മത്തിലെ നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രതിവിധി കൂടിയാണിത്. ഇത് നിങ്ങളുടെ ചർമ്മത്തിന് ആവശ്യ പോഷകങ്ങൾ, ഈർപ്പം എന്നിവ നൽകുന്നു. യുവത്വമുള്ള ചർമ്മസ്ഥിതി സ്വന്തമാക്കുന്നതിനായി ഇത് പരീക്ഷിക്കാം. മീനെണ്ണ സപ്ലിമെൻറ്റുകൾ ഒഴിവാക്കേണ്ടത് ആരൊക്കെയാണ്? ഗർഭിണികളായ സ്ത്രീകൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ എന്നിവർ ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ നിർദ്ദേശം കൂടാതെ മീനെണ്ണ സപ്ലിമെൻറ്റുകൾ കഴിക്കാൻ പാടുള്ളതല്ല. കൂടാതെ നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ഈ സപ്ലിമെൻറ്റുകൾ കഴിക്കാൻ അനുവാദമുണ്ടോ എന്നതിനെക്കുറിച്ച് ഡോക്ടറുമായി ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. മുടിയുടെ ഉള്ളു വർദ്ധിപ്പിച്ച് മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന ടിലോജൻ ഘട്ടം കുറയ്ക്കുന്നതിലൂടെ മുടി കൊഴിച്ചിൽ പ്രശ്നം പരിഹരിക്കുവാൻ മീനെണ്ണയിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ 3 സഹായിക്കും. വിപണിയിൽ സുലഭമായ വിവിധതരം മീനെണ്ണ ക്യാപ്സ്യൂളുകൾ, ഗുളികകൾ, ദ്രാവക സപ്ലിമെൻറ്റുകൾ എന്നിവ മുടിയുടെ വളർച്ചയ്ക്കായി മീനെണ്ണ ഉപയോഗിക്കുന്നതിനുള്ള മറ്റ് ഫലപ്രദമായ മാർഗങ്ങളാണ്. ഇവ കഴിക്കേണ്ട ശരിയായ അളവിനെക്കുറിച്ച് ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ ഉപദേശം നേടുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണം. അടുത്ത നല്ല പുതിയ വീഡിയോസുമായി വീണ്ടും വരാം. ഓക്കേ.